കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നിർത്തിവെച്ച ഉദരരോഗ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ പുനരാരംഭിക്കുകയാണ്. നമസ്കാരം ഡോക്ടർ വർഗീസ്. വളരെ ഗൗരവമുള്ള മറ്റൊരു ഉദരരോഗ പ്രശ്നമാണ്, ഉദരരോഗ സമുച്ചയമാണ് നമ്മുടെ ദഹനേന്ദ്ര വ്യവസ്ഥയുടെ ചലനങ്ങളുമായി ബന്ധപ്പെട്ട് ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. മോട്ടിലിറ്റി ഡിസോർഡർ അന്ന് വളരെ കോമൺ അല്ലേ? വളരെ കോമൺ ആണ്. കാരണം ആദ്യകാലങ്ങളിലൊക്കെ ഞാനൊക്കെ MBBS പഠിക്കുന്നതും പിന്നെ MDക്കും DM ഒക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മെഡിക്കൽ കോളേജിലെ സർജറിയുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 15 ഓപ്പറേഷനിൽ 12 എണ്ണം അൾസറിൻ്റെ ഓപ്പറേഷനുകളായിരുന്നു. ഇപ്പോൾ ഒരു സർജറിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ആ 3 വർഷത്തിൽ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് കാണാൻ കിട്ടിയാൽ അത് ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഇപ്പോൾ കരുതുന്നത്. അതായത് അത്രയും അൾസർ രോഗങ്ങളായിരുന്നു അന്ന്. ഗാസ്ട്രോജെജിനോസ്റ്റമി വിത്ത് വാഗോട്ടമി. അതെ. അപ്പോൾ ആ രോഗം, അതായത് അൾസർ രോഗം പണ്ടുണ്ടായിരുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള മരുന്നുകൾ ലഭ്യമായി തുടങ്ങി. വളരെ സേഫായിട്ടുള്ള മരുന്നുകളായതുകൊണ്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അൾസർ കുറഞ്ഞു എന്നുള്ളത് ഒരു സൈഡ്. പക്ഷേ അതേപോലത്തെ രോഗലക്ഷണങ്ങളായിട്ടുള്ള ആളുകൾ വരുന്നത് കൂടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്. അതായത് ഈ ജനനേന്ദ്രിയത്തിൻ്റെ ചലനത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗലക്ഷണങ്ങളും ശരിക്കും ഒറിജിനൽ അൾസർ രോഗത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. പലപ്പോഴും നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ അൾസർ ഇല്ല എന്ന് കാണുമ്പോഴാണ് ഓക്കെ ഇത് അൾസർ ഇല്ലാത്ത, അതായത് നോൺ അൾസർ ഡിസ്പെപ്സിയ, അല്ലെങ്കിൽ ഒരു അൾസറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, പെട്ടെന്ന് മനസ്സിലാവുക, അങ്ങനത്തെ രോഗമെന്ന് മനസ്സിലാകാം. അതിൽ ഒരു മുഖ്യ കാരണം ചലനത്തിൻ്റെ അപാകത. പക്ഷേ ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ഒരു രോഗാണുബാധയുണ്ട്. ഈ രോഗാണുബാധ ഉണ്ടെങ്കിലും നമുക്ക് അൾസറും വരാം, ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരാം, മോട്ടിലിറ്റി ഡിസോർഡേഴ്സും വരും. മോട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ വയറ്റിൽ എരിച്ചിൽ, പുകച്ചിൽ, ഗ്യാസ് അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ഈ എച്ച് പൈലോറി എന്ന് പറയുന്ന രോഗാണു ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യും. അതുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ മോട്ടിലിറ്റി ഡിസോർഡറിൻ്റെ ഒരു കാരണം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ മാനസിക സമ്മർദ്ദമാണ്. മാനസിക സമ്മർദ്ദം അത് ഉത്കണ്ഠയാവാം. നമുക്കൊരു അമിതമായ ഉത്കണ്ഠ ഉള്ള ആൾക്കാരുണ്ടാവും. ദൈനംദിന ജീവിതത്തിൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും അവർക്കത് ചെയ്യുമ്പോൾ അമിതമായ ഉത്കണ്ഠ വരുന്നു. ചിലവർക്ക് ഉത്കണ്ഠ ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. രണ്ടാമത് ഡിപ്രഷൻ, അതുണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 30-40% ഈ വയറിൻ്റെ ലക്ഷണങ്ങൾ, അത് അൾസറോ അല്ലെ രോഗങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഉത്കണ്ഠയും ഒരു വിഷാദത്തിൻ്റെയും ലക്ഷണത്തിൻ്റെ ഭാഗമായിട്ടും ഇത് സംഭവിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അവരുടെ മാനസിക സമ്മർദ്ദം അതിജീവിക്കാനായിട്ട് പലപ്പോഴും കൗൺസിലിംഗ് ഒക്കെ വേണ്ടി വരും. ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഈ ഉദരരോഗ സംബന്ധമായ ആരോഗ്യം സംരക്ഷിക്കുവാനുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണെങ്കിൽ, ശീലങ്ങളിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് നമ്മുടെ ഭാവി കാലഘട്ടങ്ങളിൽ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ചില രോഗങ്ങൾക്ക് പോലും അതിൽ സ്വാധീനം ചെലുത്താൻ സാധ്യമല്ലേ? ഈ ഗട്ട് ബ്രെയിൻ ആക്സിസ് ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ആങ്സൈറ്റി, ഡിപ്രഷൻ, അതുമാത്രമല്ല പാർക്കിൻസൺ ഡിസീസ്, ഓട്ടിസം ഡിസോർഡർ, അൽഷൈമേഴ്സ് ഡിസീസ്, ഇതിനൊക്കെ കാരണം ഈ ഡിസോർഡേഴ്സ് ഓഫ് ഗട്ട് ബ്രെയിൻ ആക്സിസ് ആണ്. അതായത് ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കുടലിൽ കോടാനുകോടി മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതിൻ്റെ പേരാണ് ഗട്ട് മൈക്രോബയോം. ഇത് നമ്മുടെ ശരീരത്തിലെ തോലിലും ചെവിയിലും മൂക്കിലും എല്ലായിടത്തും ഉണ്ട് സംഭവം. പക്ഷെ നമ്മൾ ജനിച്ച് ഏകദേശം ഒരു 72 മണിക്കൂറിനുള്ളിൽ തന്നെ അമ്മയുടെ ശരീരത്തിലുള്ള ഈ അണുക്കൾ, മൈക്രോബയോംസ് നമ്മുടെ കുടലിലെത്തുന്നു. ഈ കുടലിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓരോ സ്ഥലത്ത് അതിൻ്റെ താമസം സെറ്റായി കഴിഞ്ഞാൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ കെമിക്കൽ സബ്സ്റ്റൻസസ് നമ്മുടെ കുടലിലെ കോശങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും അതുവഴി സിഗ്നൽസ് ബ്രെയിനിലെത്തുകയും ചെയ്യുന്നതെന്നാണ് അതിനകത്തുള്ള കോൺസെപ്റ്റ്. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനും ഇമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റിനും ഈ ബാക്ടീരിയയുടെ സിഗ്നൽസാണ് വളരെ വേണ്ടി വരിക എന്ന് പറയുന്നത്. പല ശാസ്ത്രീയ പഠനങ്ങളെ തെളിയിച്ചിട്ടുണ്ട്. അതായത് നമ്മൾക്കിപ്പം ലാബിൽ യാതൊരു ബാക്ടീരിയയുമായിട്ട് ബന്ധമില്ലാത്ത വിധത്തിലുള്ള എലികളെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും നോർമലായിട്ടുള്ളതിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും ഒക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താനും കണ്ടുപിടിക്കാനും ഉണ്ട്. പക്ഷേ പൊതുവിലൊരു ചിന്താഗതി ഇപ്പോൾ ഈ കുടലിലുള്ള ഈ മൈക്രോ ഓർഗാനിസം, മൈക്രോംസ് ചെറുപ്രായത്തിൽ തൊട്ട് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനെയും അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ വരെ അതിന് ഉത്തരവാദിത്വം ഉണ്ടെന്നാണ്
അപ്പോൾ ഈ മോട്ടിലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന അസുഖങ്ങളെ നമുക്ക് അത് രോഗനിർണയം എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം? അത് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾക്ക് ഒന്ന് എൻഡോസ്കോപ്പി ചെയ്യാം. കാരണം ഏറ്റവും കൂടുതൽ മോട്ടിലിറ്റി ഡിസോർഡർ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആമാശയത്തിൻ്റെ രോഗലക്ഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് ഗ്യാസ്ട്രോ ഡ്യൂഡൽ എന്ന് പറയും. അപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യുക, ഈ എക്സ് പൈലോറിയുടെ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക, ഇതാണ് മെയിനായിട്ട്. അതേസമയത്ത് ഈ തകട്ടൽ രോഗത്തിൻ്റെ ലക്ഷണങ്ങളോട് സാമ്യമുള്ള ലക്ഷണങ്ങൾ മോട്ടിലിറ്റി ഡിസോർഡറിനും വരാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹൈ റെസൊല്യൂഷൻ മാനോമെട്രി എന്ന് പറഞ്ഞിട്ട് ഈ അന്നനാളത്തിൻ്റെ ഉള്ളിലെ പ്രഷർ ട്രേസ് ചെയ്യുന്ന വിധത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടാണ് വരിക. ഇതേ അസുഖം വൻകുടലിനെ ബാധിക്കാം. അപ്പം അതിന് വൻകുടലിലെ എൻഡോസ്കോപ്പി, അത് കൊളോണോസ്കോപ്പി ഒക്കെ ചെയ്യുക. വൻകുടലിനെ തന്നെ അതിൻ്റെ പ്രവർത്തനം ചെക്ക് ചെയ്യുന്ന ഏനോറെക്ടൽ മാനോമെട്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അതിൽ കാര്യമായിട്ടുള്ള രോഗങ്ങളൊന്നും കാണുകയില്ല. അതെ. അതായത് രോഗിക്ക് കഠിനമായ ലക്ഷണങ്ങളുണ്ടാവും, പക്ഷെ എല്ലാ ടെസ്റ്റും നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ വരുന്ന രോഗികൾ പലപ്പോഴും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് വരിക. അപ്പോൾ എന്നെയൊക്കെ കാണാൻ വരുമ്പോൾ 5-6 സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ട് എല്ലാ റിപ്പോർട്ടുമായിട്ട് വന്ന്, ഡോക്ടറെ എനിക്ക് രോഗം 10-20 വർഷമായിട്ടുണ്ട്, എനിക്ക് എല്ലാ ടെസ്റ്റിലും നെഗറ്റീവാണ്, അതായത് ആർക്കും എൻ്റെ രോഗം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു ധാരണയിലാണ് അവർ വരുന്നത്. രോഗിക്ക് ഗൗരവമുള്ള എന്തോ രോഗമുണ്ടെന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിന് കറക്റ്റായിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പ്രശ്നമാണ്. അതായത് താങ്കളുടെ രോഗം കുടലിൻ്റെ ചലനത്തിൻ്റെ അപാകതയാണ്, അതാണ് രോഗത്തിൻ്റെ പേര്. അതിന് ടെസ്റ്റിലൊന്നും കാണില്ല. ടെസ്റ്റിൽ കാണാതിരിക്കുന്നതിനാണ് താങ്കൾ സന്തോഷിക്കേണ്ടത്. കാരണം ഇതേ ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ അൾസറും ക്യാൻസറും ഒക്കെ ഉണ്ടാവാം. പക്ഷെ അതൊന്നും അല്ല, ഇത് ലൈഫിനെ അധികം ബാധിക്കാത്തൊരു പ്രശ്നമാണ്. ഇങ്ങനത്തെ രോഗങ്ങൾ കൊണ്ട് അവരുടെ, അതായത് ലൈഫ് സ്പാനൊന്നും ബാധിക്കില്ല, പൊതു ആരോഗ്യത്തിനെ ബാധിക്കില്ല. നമ്മൾക്ക് ഇങ്ങനെയുള്ള രോഗികളെ OPയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം സ്പോട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ചെറുപ്പക്കാർ, 2 ലോങ് ഹിസ്റ്ററി, വർഷങ്ങളോളം ചിലപ്പോൾ രോഗങ്ങളുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും അവരുടെ പൊതു ആരോഗ്യത്തിന് അത് ബാധിക്കും. ഒരു അടവും തെറ്റിക്കാനില്ല. അവർക്ക് തൂക്കം കുറവുണ്ടാവില്ല, രക്തക്കുറവുണ്ടാവില്ല, മറ്റ് പ്രശ്നങ്ങളുണ്ടാവില്ല. പരിശോധനയിൽ അവർക്ക് എപ്പോഴും ഫേസ് വളരെ ഉത്കണ്ഠയുള്ള അവർ ഈ രോഗം കാരണം അവർ സഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർക്ക് എന്താ പറഞ്ഞിട്ട് ഒരു ശല്യക്കാരനായ ചങ്ങാതി വിട്ടുപോകാണ്ട് ഇങ്ങനെ ചുറ്റുപാട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതാണ് അവരുടെ പ്രശ്നം. അതേസമയത്ത് വലിയ കുഴപ്പമുണ്ടാക്കുകയില്ല, അതേസമയത്ത് ഇത് നിരന്തരം അവരെ ഇത് നാഗ് ചെയ്തുകൊണ്ടിരിക്കും, പ്രശ്നമാക്കിക്കൊണ്ടിരിക്കും. ഈ ചലന സംബന്ധമായ പ്രശ്നങ്ങളെ ലഘൂകരിക്കുവാൻ വേണ്ടി നമുക്ക് പൊതുവായിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കുമോ? പൊതു നിർദ്ദേശം നമ്മൾ സാധാരണ അതിൽ നമുക്ക് ഭക്ഷണമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്നുള്ളത് നമ്മൾ ആ രോഗിയുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡയറ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കേണ്ടി വരും. അപ്പോൾ ചില പ്രത്യേക ഭക്ഷണം, അതിനാണ് ആഹാരങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ എരിവ്, എണ്ണ, ഇതൊക്കെ എന്തൊക്കെ ഉപയോഗിച്ചെന്നുള്ളതിനെ പറ്റിയിട്ട് ഡോക്ടർക്കും നല്ല ധാരണ ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഏത് കോമ്പണൻ്റാണ് ഈ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയെന്നുള്ളത് ഡോക്ടർ തന്നെ കണ്ടുപിടിക്കണം. 2, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫുഡ് കഴിക്കുമ്പോൾ ലക്ഷണങ്ങളാണെങ്കിൽ അതിന് ഫുഡ് ഇൻടോളറൻസ് അല്ലെങ്കിൽ ഫുഡ് അലർജി എന്ന് പറയും. ആ ടൈപ്പ് ഫുഡ് അലർജി നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ഫുഡ് ഇൻടോളറൻസ് നമുക്ക് ഡയറ്റ് ഹിസ്റ്ററി അനലൈസ് ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രോഗിക്ക് സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഫുഡിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുക. അതിന് ആക്ച്വലി ശാസ്ത്രീയമായിട്ട് ഫോഡ് മാപ്സ് എന്നാണ് പറയുക. ഫോഡ് മാപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മുടെ ദഹനേന്ദ്രിയത്തിന് ദഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കെമിക്കൽസ് ഉള്ള ഫുഡുകളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലാക്ടോസ്, പാലിൽ, അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഇപ്പോൾ പയറിൽ, വൻപയർ, ചെറുപയർ, പരിപ്പ്, കടലൊക്കെ നമുക്ക് ദഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അന്നജങ്ങളുണ്ട്. അപ്പം ഓരോ രോഗിയുടെ കംപ്ലയിൻ്റ് അനുസരിച്ചിട്ട് ഏതിനോടാണ് അവർക്ക് എൻസൈം സിസ്റ്റം കുറവുള്ളത് അതിനോടാണ് അവർ പ്രതികരിക്കുക. അപ്പോൾ ഡീറ്റെയിൽഡ് ഡയറ്റ് ഹിസ്റ്ററി എടുത്തിട്ട് അതിൽ നിന്ന് പ്രശ്നമുള്ളത് എലിമിനേറ്റ് ചെയ്യുക എന്നാണ് ആദ്യത്തെ ഉപദേശം. എലിമിനേറ്റ് ചെയ്യുക. 2, വയറിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള എല്ലാ ഫുഡും നമുക്ക് അവോയ്ഡ് ചെയ്യുക. എരിവ്, പുളി, മസാലയൊക്കെ കുറയ്ക്കുക. ഏറ്റവും 3-ാമതായിട്ട് ചലനത്തിനെ ഡയറക്റ്റ്ലി ബാധിക്കുന്ന വിധത്തിലുള്ള കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. കൊഴുപ്പ് കൂടുതൽ ഭക്ഷണം. 4-ാമതായിട്ട് അവരുടെ ദിനചര്യകൾ, ഉറക്കം, വ്യായാമം അതെല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കണം. 5-ാമത് അവർക്ക് അമിതമായ മാനസിക സമ്മർദ്ദം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് നിർബന്ധമായിട്ടും കൊടുത്ത് അവർക്ക് അതിൽ നിന്ന് ആ ചികിത്സ, അതായത് അവർ മാനസിക രോഗികളാക്കുകയല്ല, അവർക്ക് അത് സമ്മർദ്ദത്തിൽ നിന്ന് അവർ എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടത്. പലർക്കും അവർ മാനസിക സമ്മർദ്ദത്തിലാണെന്ന് മനസ്സിലാവില്ല. കാരണം അവർക്ക് താങ്ങാവുന്നതിനേക്കാളും കൂടുതൽ ഒന്നുകിൽ പഠിക്കാനുണ്ടാവും, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുണ്ടാവും. ഇവരുടെ ടെൻഷൻ സ്ട്രെസ്സും
രണ്ടും രണ്ടായിട്ട് അത് ഒന്നായിട്ടോ കണക്കാക്കുന്നതിന് കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ. അതായത് എനിക്ക് ടെൻഷനൊന്നുമില്ല, പക്ഷേ ജോലി ഭയങ്കര കൂടുതലാണ് ഇങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ജോലിഭാരം കൊണ്ട് അവർക്കൊരു സ്ട്രെസ് ഉണ്ട്, അതവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു ബഹിർഗമനം, അതായത് പലരുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ശാരീരികമായിട്ടുള്ള രോഗലക്ഷണങ്ങളായിട്ട് പുറത്തേക്കാണ് ഈ വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അവർക്ക് കൗൺസിലിംഗ് തന്നെ വേണം. പക്ഷേ അമിതമായ ഉത്കണ്ഠയും അല്ലെങ്കിൽ വിഷാദം, ഡിപ്രഷനുള്ള ആൾക്കാർക്ക് അവർക്ക് കറക്റ്റായിട്ട് ചികിത്സ തന്നെ വേണം. ഇല്ലെങ്കിൽ അത് പിന്നീട് പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതകളാണ്. കാരണം ഡിപ്രഷൻ ഉള്ളവർക്ക് ആത്മഹത്യാ പ്രവണതയും കൂടി ഉള്ളതുകൊണ്ട് അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. വെറും ഉത്കണ്ഠയാണെന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ്. ഈ ഇത്തരത്തിലെ മോട്ടിലിറ്റി ഡിസോർഡേഴ്സുമായിട്ട് ദശാബ്ദങ്ങൾ നടക്കുന്ന ഒരു രോഗി യിൽ നിന്നും ആ രോഗിയുടെ മാനസിക പ്രശ്നങ്ങൾ, അതിനകത്തുള്ള ശാരീരിക പ്രശ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതശൈലികളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുവാനായിട്ട് വളരെ വിശദമായ രീതിയിൽ രോഗചരിത്രം കേട്ട് മനസ്സിലാക്കുവാനും ശേഷം ആ രോഗിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനുമായിട്ടുള്ള ഒരു നൈപുണ്യം ഡോക്ടറുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതല്ലേ? അതിനാവശ്യമായ ഒരു കോമ്പിറ്റൻസ്, ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലടക്കമുള്ള ഒരു കോമ്പിറ്റൻസും ഒരു ഡോക്ടർക്ക് നിർബന്ധമായി ഉണ്ടാവേണ്ടതല്ലേ? അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഉദാഹരണത്തിന് എന്നോടൊരു രോഗി എനിക്ക് 10 വർഷമായിട്ട് എൻ്റെ സൂക്കേട് മാറില്ല, ഞാൻ ഒരുപാട് ആൾക്കാരെ കാണിച്ച് ശരിയായില്ല. അപ്പം ഞാൻ ചിരിച്ചിട്ട് പറയും, നിങ്ങൾക്ക് 10 വർഷമായല്ലേ, എന്നിട്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന്. അതായത് അവർ നെഗറ്റീവായിട്ട് പറയുന്നതിനെ നമ്മൾ തിരിച്ച് പോസിറ്റീവാക്കുക. കാരണം 10 വർഷമായിട്ട് ഒരേ രോഗലക്ഷണമായിട്ട് ഒരാൾ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് നമ്മുടെ മുന്നിൽ നമ്മൾ രോഗം കയറി വരുമ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം അവരുടെ വലിയ പ്രശ്നമില്ലാന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവർക്ക് വലിയ പ്രശ്നമില്ല, ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഈ ഇന്നത്തെ കാലത്ത് കാണുന്ന വലിയൊരു ഒരു ഭീഷണി, ഒരു രോഗി ഡോക്ടർ ബന്ധത്തിൽ പോലും ഒരുതരം വിള്ളൽ വീഴ്ത്താൻ സാധ്യതയുള്ള ഒരു വലിയൊരു വിഷയമാണ് ഈ ഇപ്പോഴത്തെ പുതിയ തലമുറ രോഗികളുടെ ഈ ഗൂഗിൾ സെർച്ചിങ്. പലപ്പോഴും നമ്മളെ കാണാൻ വരുന്ന രോഗികൾ ഭൂരിഭാഗവും തന്നെ ഇതൊക്കെ ഇവരുടെ സിംറ്റംസും രോഗലക്ഷണങ്ങളും വെച്ചുകൊണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവർ തന്നെ ചില പ്രീ കൺസീവ്ഡ് ഐഡിയാസ്, ചില പ്രത്യേക ഈ ബോധ്യങ്ങൾ ആയിട്ടുമാണ് ഡോക്ടറെ കാണാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ രോഗത്തെക്കുറിച്ച് അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ രോഗത്തിൻ്റെ നിർണയത്തിലേക്കൊക്കെ തന്നെ വളരെ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ സെർച്ചിങ് എന്ന് പറയുന്നത് വലിയൊരു ഒരു 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 പ്രതിബന്ധമല്ല ഈ കാലിക രോഗി പരിചരണ മേഖലയിൽ. ഇൻ്റർനെറ്റും ഗൂഗിളും എല്ലാം സുലഭമായതിന് ശേഷം എന്തെങ്കിലും ലക്ഷണം കണ്ടാൽ അവർ ഗൂഗിൾ ചെയ്ത് നോക്കുകയും ഇൻ്റർനെറ്റിൽ പലരും കൊടുത്തിരിക്കുന്ന രോഗലക്ഷണങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോസും എല്ലാം വായിച്ചിട്ട് എനിക്ക് ആ രോഗലക്ഷണം ആണെന്നും വിചാരിച്ചിട്ട് ക്യാൻസർ ആണെന്നും വിചാരിച്ച് നടക്കുന്ന കുറേ കക്ഷികളുണ്ട്. അവർക്കും ഇതേമാതിരി അവർക്ക് ഇത്ര ലോങ് ഹിസ്റ്ററി ആയിരിക്കില്ല, ഷോർട്ട് ഹിസ്റ്ററി ആയിരിക്കും. പക്ഷേ എത്ര ചെയ്താലും അവർക്ക് ഡൗട്ടായിരിക്കും ക്യാൻസറാണ്. പ്രത്യേകിച്ചും അവരേതെങ്കിലും ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ സഹപാഠികൾക്കോ അടുത്തുള്ള അയൽവക്കക്കാർക്കോ ആർക്കെങ്കിലും ഉണ്ടായാൽ മതി, ഉടനെ അവർക്കും ഈ രോഗമുണ്ടെന്നൊരു തോന്നൽ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്കണ്ഠയുടെയൊക്കെ ഒരു ഭാഗം തന്നെയാണത്, അതിൻ്റെ ഭാഗം തന്നെ. പക്ഷേ അവർക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്ത് രോഗമില്ല എന്ന് കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് സമാധാനമാവുള്ളൂ. അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. ഈ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്ന് കണ്ടുപിടിച്ച് അത് അവരുടെ പ്രശ്നമാണെന്ന് ധരിച്ചു വരുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്ന് എടുക്കുമ്പോൾ അത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അത് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ഒരു ഓർഗനൈസേഷനോ അല്ലെ അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റോ ആരെങ്കിലും ഒക്കെ തന്നെ അതങ്ങനെയുള്ളൊരു സോഴ്സിൽ നിന്നായിരിക്കണം. കാരണം വെച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ആൻഡ്രോയിഡ് ഫോൺ വന്നതിന് ശേഷം എല്ലാവരും സ്വന്തം ചാനലാണ്, എല്ലാവരും ആരോഗ്യ വിദഗ്ധരാണ്. എല്ലാവരും ഡയറ്റിനെ പറ്റിയിട്ട്, ആരോഗ്യത്തിനെ പറ്റിയിട്ട്, ചികിത്സയെ പറ്റിയിട്ട് എല്ലാം 2-3 മിനിറ്റ് റീൽസും ഉപദേശങ്ങളാണ്. അപ്പം ഇപ്പോൾ ഉപദേശങ്ങൾ കൂടിയിട്ട് അതിനെക്കൊണ്ടുള്ള കൺഫ്യൂഷൻ കൊണ്ടിട്ടുള്ള ആകെ കൺഫ്യൂഷനായിട്ടുള്ള രോഗികൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും ശ്രദ്ധിക്കുന്നത്. ഓതൻറ്റിക് സോഴ്സിൽ നിന്ന് അല്ല ഈ വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെ അങ്ങനെ ഒരു വിവരം അവർക്ക് കിട്ടിയിട്ട് അതുകൊണ്ട് അവർക്ക് ആ രോഗം ഉണ്ടെന്ന് തോന്നിയാൽ എത്രയും വേഗം അതിൻ്റെ ഒരു കൺസേൺഡ് ആയിട്ടുള്ള ഡോക്ടറെ തന്നെ പോയി കണ്ട് അത് ഉണ്ടോ ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം വയറിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആവണമെങ്കിൽ എത്ര സ്മാർട്ട് സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് MBBS നമുക്ക് 5 വർഷം, ഹൗസ് സയൻസ് 6, MDക്ക് 3, DMന് 3, അപ്പോൾ എത്രയായി? 12 വർഷമായി.
6 3 9 12 ഈ 12 വർഷം നമ്മൾ ആർജിക്കുന്ന വിവരവും എക്സ്പീരിയൻസും വെച്ച് പിന്നെ വർഷങ്ങളോളം ഈ ഫീൽഡിൽ വർക്ക് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസിനെയാണ് 3 4 മിനിറ്റ് ഒരാൾ ഗൂഗിളോ യൂട്യൂബോ നോക്കിയിട്ട് കണ്ടുപിടിച്ച് അതിന് ഇക്വേറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ തന്നെ അതിനകത്ത് മണ്ടത്തരം മനസ്സിലാവണം, മനസ്സിലല്ലേ? മാത്രമല്ല അവർക്ക് ഇതിനകത്തൊരു പ്രായോഗിക പരിജ്ഞാനം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് അവർ ആ ഇൻ്റർനെറ്റിൽ കേട്ടത്, യൂട്യൂബിലോ ഗൂഗിളിലോ കണ്ടതും കേട്ടതും സർവ്വതും കറക്റ്റാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവും. സമയപരിമിതി കാരണം ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ അടുത്ത അധ്യായത്തിൽ ഈ ചർച്ച തുടരുന്നതാണ്.